ൻ്റെ പുതിയൊരു വീഡിയോ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് സെമസ്റ്റർ 5 പഠിക്കുന്ന റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ് എന്ന സബ്ജക്റ്റിൻ്റെ ഒരു റിവിഷൻ സെഷനാണ് ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൃത്യമായി എക്സാമിനെ എങ്ങനെ ഫോക്കസ് ചെയ്യാം, എന്തെല്ലാം കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കണം തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത്. ഓക്കെ, നമ്മൾ ഇതിനകത്ത് പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, സിലബസ് കണ്ടൻറ്റ് എന്താണെന്നുള്ള എല്ലാവർക്കും അറിയുന്നതാണ്. ഫസ്റ്റ് മൊഡ്യൂള് റെഫ്രിജറേഷൻ ബേസ്ഡ് ആയിട്ടുള്ള ടേംസ് അല്ലേ. ഫസ്റ്റ് മൊഡ്യൂളിൽ തിയററ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഓഫ് റെഫ്രിജറൻറ്റ് സൈക്കിൾസ്, ഇവാലുവേറ്റിംഗ് പാരാമീറ്റേഴ്സ്, പെർഫോമൻസ് പാരാമീറ്റേഴ്സ്. അപ്പോൾ റെഫ്രിജറേഷൻ എന്ന ഒരു ടേമിൻ്റെ ബേസിക്സ്, അപ്പോൾ തെർമോഡൈനാമിക്സ് ലോ മുതൽ നമ്മൾ എന്തുതന്നെയാണ് ആ ഒരു റെഫ്രിജറേഷൻ്റെ ബേസിക്സ് തന്നെയാണ് തുടങ്ങുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിച്ചെടുക്കുന്ന കാര്യങ്ങൾ എന്തുതന്നെയാണ്, ദ ടേംസ് റിലേറ്റഡ് ടു റെഫ്രിജറേഷൻ. അപ്പോൾ റെഫ്രിജറേഷനുമായി ബന്ധപ്പെട്ട് വരുന്ന ടേംസാണ് നമ്മൾ ഫസ്റ്റിൽ പഠിച്ചെടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ ടൈപ്സ് ഓഫ് റെഫ്രിജറേഷൻ, പ്രിൻസിപ്പിൾ ഓഫ് റെഫ്രിജറേഷൻ, ദെൻ ബേസിക് നോളജ് ഓഫ് അഡ്വാൻറ്റേജ് ആൻഡ് ഡിസഡ്വാൻറ്റേജ് ഓഫ് എയർ റെഫ്രിജറേഷൻ തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെ എബിലിറ്റി ടു സോൾവ് ദ സിമ്പിൾ പ്രോബ്ലംസ് ബേസ്ഡ് ഓൺ ദ റെഫ്രിജറേഷൻ പ്രിൻസിപ്പിൾസ്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഈ ഒന്നാമത്തെ മൊഡ്യൂളിൽ അങ്ങനെ നോക്കി കാണുന്ന സമയത്ത് റെഫ്രിജറേഷൻ എന്ന ടോപ്പിക്കിൻ്റെ ബേസിക്സ് ആണ് ഇതിനകത്ത് ഫസ്റ്റ് മൊഡ്യൂളിൽ പറയുന്നത്. അപ്പോൾ കൂടുതലായിട്ടും മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, റെഫ്രിജറേഷൻ മെത്തേഡ്സ് ഏതൊക്കെയാണ്, അതുപോലെ തന്നെ അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ്, അതിൻ്റെ യൂണിറ്റ് എന്താണ്, റെഫ്രിജറേഷൻ്റെ യൂണിറ്റ് എന്താണ്, അതുപോലെ COP. അപ്പോൾ പെർഫോമൻസ് പാരാമീറ്റേഴ്സാണ് നമ്മൾ ഇതിനകത്ത് ഫസ്റ്റ് മൊഡ്യൂളിൽ പറയുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ COP എന്ന ടേമിൻ്റെ ഒരു പ്രാധാന്യം എന്താണ്, അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കാൻ തുടങ്ങിയുള്ള കാര്യങ്ങളാണ് കൂടുതലായിട്ടും പറഞ്ഞത്. അതുപോലെ തന്നെ ഡിഫറെൻറ്റ് റെഫ്രിജറൻറ്റ് സൈക്കിൾസിനെ കുറിച്ചിട്ടും ഈ ഒരു ഫസ്റ്റ് മൊഡ്യൂളിലാണ് പ്രതിപാദിക്കുന്നത്. അപ്പോൾ കൃത്യമായിട്ട് ഇത്രയും കാര്യങ്ങളാണ് എന്നുള്ളത് മനസ്സിലാക്കാം. അതുപോലെ തന്നെ രണ്ടാമത്തെ മൊഡ്യൂളിലേക്ക് വരുന്ന സമയത്ത് ബേസിക് കോമ്പണൻസ് ഓഫ് റെഫ്രിജറേഷൻ സിസ്റ്റം, VCR സിസ്റ്റം, VAR സിസ്റ്റം. അപ്പോൾ VCR എന്ന് പറഞ്ഞാൽ എന്താണ്? VCR എന്ന് പറഞ്ഞാൽ വേപ്പർ കംപ്രഷൻ റെഫ്രിജറേഷൻ, VAR എന്ന് പറഞ്ഞാൽ വേപ്പർ അബ്സോർപ്ഷൻ റെഫ്രിജറേഷൻ സിസ്റ്റം. അപ്പോൾ ഈ രണ്ട് സിസ്റ്റത്തിനെ കുറിച്ചാണ് കൂടുതലായിട്ടും രണ്ടാമത്തെ മൊഡ്യൂളിൽ. അപ്പോൾ അതിൻ്റെ ഡെഫിനീഷൻസ്, അതുപോലെ തന്നെ അതിൻ്റെ വർക്കിംഗ് സൈക്കിള്, VCR സിസ്റ്റം വർക്ക് ചെയ്യുന്ന സൈക്കിളാണ് VCR സൈക്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ VCR സൈക്കിളിനെ കുറിച്ചും VCR സിസ്റ്റത്തിൻ്റെ കോമ്പണൻസിനെ കുറിച്ചെല്ലാം നമ്മൾ ജസ്റ്റ് പഠിച്ചു തുടങ്ങുന്നത് ഈ സെക്കൻഡ് മൊഡ്യൂളിലാണ്. അപ്പോൾ VCR സൈക്കിൾ പറയുന്ന സമയത്ത് നമ്മൾ PH-TS ഡയഗ്രാംസ് ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ ഡയഗ്രത്തിൻ്റെ ഹെൽപ്പോട് കൂടിയാണ് നമ്മൾ ഈ രണ്ടാമത്തെ മൊഡ്യൂളിൽ പഠിച്ചു തുടങ്ങുന്നത്. അതുപോലെ തന്നെ നമ്മൾ മൂന്നാമത്തെ ഒരു സെഷൻ ആയിക്കൊണ്ട് ഇതിനകത്ത് ഇപ്പോൾ VARഉം VCRഉം കഴിഞ്ഞാൽ അടുത്തൊരു സെഷനായിട്ട് നമ്മൾ നോക്കുന്നത് റെഫ്രിജറൻറ്റ് എന്ന് പറയുന്നൊരു പോർഷനാണ്. അപ്പോൾ ആ റെഫ്രിജറൻറ്റ്, ഇപ്പോൾ ഏതൊരു റെഫ്രിജറേഷൻ സിസ്റ്റം ആണെങ്കിലും അത് വർക്ക് ചെയ്യണമെങ്കിൽ ഒരു വർക്കിംഗ് മീഡിയം ആയിട്ടുള്ള റെഫ്രിജറൻറ്റ് വേണം എന്നുള്ളതാണ്. അപ്പോൾ ആ റെഫ്രിജറൻറ്റിൻ്റെ പ്രോപ്പർട്ടീസിനെ കുറിച്ച്, അതിൻ്റെ ടൈപ്സിനെ കുറിച്ച്, അതിൻ്റെ എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റിനെ കുറിച്ച് ഇതെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കുന്നത് രണ്ടാമത്തെ മൊഡ്യൂളിലാണ്. അപ്പോൾ കൃത്യമായിട്ട് ഈ രണ്ടാമത്തെ മൊഡ്യൂളും ആ ഒരു അറിവോട് കൂടി തന്നെ മനസ്സിലാക്കണം. ഇനി മൂന്നാമത്തെ ഒരു മൊഡ്യൂളിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ പഠിച്ചിട്ടുള്ളത് റെഫ്രിജറേഷൻ VCR സിസ്റ്റത്തിൻ്റെ കമ്പണൻസിനെ കുറിച്ചാണ്. അപ്പോൾ VCR സിസ്റ്റത്തിൻ്റെ പ്രിൻസിപ്പൽ കോമ്പണൻസ് ഏതൊക്കെയാണ്? കംപ്രസർ, കണ്ടൻസർ, ഇവാപ്പറേറ്റർ, എക്സ്പാൻഷൻ വാൽവ് തുടങ്ങിയുള്ള 4 പ്രിൻസിപ്പൽ കോമ്പണൻസ് ഉണ്ട്. ആ കമ്പണൻസിൻ്റെ എല്ലാത്തിൻ്റെ ടൈപ്സ്. അപ്പോൾ ഇതിൽ ഓരോ സെഷൻ നോക്കിക്കഴിഞ്ഞാൽ ഐഡൻറ്റിഫൈ ആൻഡ് എക്സ്പ്ലെയിൻ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കംപ്രസേഴ്സ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കണ്ടൻസേഴ്സ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇവാപ്പറേറ്റേഴ്സ്, ദെൻ എക്സ്പാൻഷൻ, ഫ്ലോ കൺട്രോൾ കമ്പണൻസ് തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ഈ മൂന്നാമത്തെ മൊഡ്യൂളിൽ പ്യൂർലി തിയററ്റിക്കൽ സെഷനാണ്. ഇപ്പോൾ രണ്ടാമത്തെ മൊഡ്യൂളിൽ പറഞ്ഞ പോലെ തന്നെ മൂന്നാമത്തെ മൊഡ്യൂളിലും ഒരു തിയററ്റിക്കൽ പോർഷനാണ്. നേരെ മറിച്ച് ഫസ്റ്റ് മൊഡ്യൂളിൽ നമ്മളിപ്പോൾ COP അടക്കമുള്ള കാര്യങ്ങൾ, പെർഫോമൻസ് കണ്ടുപിടിക്കാനുള്ള പ്രോബ്ലമാറ്റിക് സൈഡ് ഉണ്ട് എന്നുള്ളത് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഈ മൂന്നാമത്തെ മൊഡ്യൂളിലേക്ക് നോക്കുന്ന സമയത്ത് VCR എന്ന സിസ്റ്റം പഠിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ കുറച്ചും കൂടെ ഒന്ന് ഡീറ്റെയിലിംഗ് ആണ് മൂന്നാമത്തെ മൊഡ്യൂളിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ അതോടൊപ്പം തന്നെ നമ്മൾ മൂന്നാമത്തെ മൊഡ്യൂളിൽ പഠിക്കുന്ന ഒരു സംഭവം ക്രയോജനിക്സ് എന്ന് പറഞ്ഞ ടോപ്പിക്കും കൂടെ ഉണ്ട്. ക്രയോജനിക്സ്, അപ്പോൾ ലോവർ ടെമ്പറേച്ചറുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു സ്റ്റഡി ഓഫ് ഫീൽഡാണ് ക്രയോജനിക്സ്. അപ്പോൾ ആ ക്രയോജനിക്സിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നത് ഡീറ്റെയിൽഡായിട്ട് പഠിക്കുന്ന മൂന്നാമത്തെ മൊഡ്യൂളിലാണ്.
ഇതൊന്നും കൂടാതെ നമ്മൾ അടുത്തായിട്ട് ചെക്ക് ചെയ്യാനുള്ളൊരു സംഭവം തന്നെയാണ് ഡിഫറെൻറ്റ് ആപ്ലിക്കേഷൻസ് ഓഫ് റെഫ്രിജറേഷൻ. അപ്പോൾ റെഫ്രിജറേഷൻ്റെ ആപ്ലിക്കേഷൻസ് അത് ഇൻഡസ്ട്രിയൽ പർപ്പസ് ആണോ ഡൊമസ്റ്റിക് ആപ്ലിക്കേഷൻസ് ആണോ എന്താണെന്നുള്ളത് നോക്കിയിട്ട് അതിനനുസരിച്ച് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ മൂന്നാമത്തെ മൊഡ്യൂളിൽ നമ്മൾ കുറച്ചധികം തിയറിയാണ് പഠിച്ചെടുക്കുന്നതെന്ന് മനസ്സിലാക്കുക. VCR കമ്പണൻസിനെ കുറിച്ചും അതുപോലെ തന്നെ റെഫ്രിജറേഷൻ്റെ ആപ്ലിക്കേഷൻസിനെ കുറിച്ചും അതേപോലെ ക്രയോജനിക്സിനെ കുറിച്ചും. ഇനി നാലാമത്തെ ഒരു മൊഡ്യൂളിലേക്ക് പോകുന്ന സമയത്ത് നാലാമത്തെ മൊഡ്യൂളിൽ കൂടുതലായിട്ടും തിയററ്റിക്കൽ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് സൈക്രോമെട്രി എന്ന് പറയുന്നൊരു ടേമാണ് അല്ലേ, സൈക്രോമെട്രി. അപ്പോൾ ഇതെന്തുമായി ബന്ധപ്പെട്ടാണ്? നമ്മൾ മോയ്സ്ചറുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു സ്റ്റഡി ഫീൽഡാണ് സൈക്രോമെട്രി. അപ്പോൾ സൈക്രോമെട്രിക് പ്രോസസ്സിനെ കുറിച്ച് അതുപോലെ തന്നെ സൈക്രോമെട്രിക് ചാർട്ടിനെ കുറിച്ചൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നത് നാലാമത്തെ മൊഡ്യൂളിലാണ്. കൂടാതെ നാലാമത്തെ മൊഡ്യൂളിൽ നമ്മൾ പഠിക്കുന്നത് കാൽക്കുലേറ്റിംഗ് കൂളിംഗ് ലോഡ് അല്ലേ. അപ്പോൾ ലോഡ് കാൽക്കുലേഷൻ നമ്മൾ ചെയ്യുന്നതും നാലാമത്തെ മൊഡ്യൂളിൽ തന്നെയാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് നാലാമത്തെ മൊഡ്യൂൾ. അപ്പോൾ ടോട്ടലി സൈക്രോമെട്രി എന്ന് പറയുന്ന ഒരു പോർഷനില്ല, സൈക്രോമെട്രിക് ചാർട്ട് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പ്രോബ്ലംസ് ചെയ്യുന്നുണ്ട്. അതേപോലെ കൂളിംഗ് ലോഡ് കാൽക്കുലേഷനും ആക്ച്വലി എന്തിൽ നടക്കുന്നുണ്ട്, നാലാമത്തെ മൊഡ്യൂളിൽ പ്രോബ്ലമാറ്റിക് സൈഡിൽ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഓവറോൾ ഈ ഒരു 4 മൊഡ്യൂളിലെ ഇമ്പോർട്ടൻ്റ് ഭാഗങ്ങളാണ് നമ്മൾ പറഞ്ഞു പോയത്. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഓൾമോസ്റ്റ് ഈ ഒരു സിലബസ് കാണുന്ന സമയത്തേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. കാരണം കഴിഞ്ഞ വർഷത്തെ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറുകളിലും റിപ്പീറ്റ് ചെയ്ത് വന്നിരിക്കുന്ന ഏതാനും കുറച്ച് പോർഷൻസ് നമുക്ക് ജസ്റ്റ് ഒരു 1-2 പ്രോബ്ലംസ് ഈ ക്വസ്റ്റ്യൻസ് ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ വിച്ച് ആർ ദ ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഓഫ് റെഫ്രിജറേഷൻ എന്നൊരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ അത് 7 മാർക്കിനാവട്ടെ 3 മാർക്കിനാവട്ടെ, അപ്പോൾ 7 മാർക്കിനാണെങ്കിൽ എന്ത് ചെയ്യണം, ഇതിനെ കൃത്യമായിട്ട് ഫിഗർ വരച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് കൂടെ എഴുതണം. അതല്ല 3 മാർക്കിനൊക്കെ ആണെങ്കിൽ അതിൻ്റെ പേരും അതിൻ്റെ ജസ്റ്റ് ഒരു എക്സ്പ്ലനേഷൻ എന്നുള്ള രീതിയിൽ കൊടുത്താലും മതി. 2-3 സെൻറ്റൻസ് ആക്കിയിട്ട് ഓരോന്നിനെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ നോക്കിയാലും മതി. അപ്പോൾ റെഫ്രിജറേഷൻ്റെ ഡിഫറെൻറ്റ് മെത്തേഡ്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐസ് റെഫ്രിജറേഷൻ, ഡ്രൈ ഐസ് റെഫ്രിജറേഷൻ, എയർ എക്സ്പാൻഷൻ റെഫ്രിജറേഷൻ, ഇവാപ്പറേറ്റീവ് റെഫ്രിജറേഷൻ, ലിക്വിഡ് ഗ്യാസ് റെഫ്രിജറേഷൻ, സ്റ്റീം ജെറ്റ് റെഫ്രിജറേഷൻ, വേപ്പർ കംപ്രഷൻ റെഫ്രിജറേഷൻ, വേപ്പർ അബ്സോർപ്ഷൻ റെഫ്രിജറേഷൻ തുടങ്ങിയുള്ള അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് റെഫ്രിജറേഷൻ മെത്തേഡുകളാണ് നമ്മൾ പേരെഴുതി വെക്കേണ്ടത്. അപ്പോൾ 3 മാർക്കിനൊക്കെ ചോദിക്കുന്ന സമയത്ത് മിനിമം ഒരു 6 എണ്ണമെങ്കിലും എഴുതാനുള്ളൊരു സംഭവം നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് വേണം. അപ്പോൾ അതുകൊണ്ട് കൃത്യമായിട്ട് ആ പേരുകൾ എഴുതി തന്നെ പഠിക്കുക. ഐസ് റെഫ്രിജറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഐസ് റെഫ്രിജറേഷൻ അപ്പോൾ നമ്മളൊരു ഇലൂഷനിൽ ഐസിനെ പ്ലേസ് ചെയ്തുകൊണ്ട് ഒരു ക്യാബിനെ തണുപ്പിക്കുന്ന മെത്തേഡാണ്. അപ്പോൾ അതിനകത്തൊരു ബ്രെയിൻ ലിക്വിഡ് അല്ലെ ബ്രെയിൻ സൊല്യൂഷൻ പാസ് ചെയ്തുകൊണ്ട് ചെയ്യുന്നുണ്ട്. അതല്ലാതെ നമ്മൾ നോർമലി ഒരു തെർമോകോൾ ബോക്സിനകത്ത് ഐസ് വയ്ക്കുന്ന ആ ഒരു മെക്കാനിസം തന്നെയാണ് ഐസ് റെഫ്രിജറേഷൻ മെക്കാനിസമായിട്ട് തന്നെയാണ് നമ്മൾ പഠിച്ചെടുക്കാറുള്ളത്. ദെൻ ഡ്രൈ ഐസ് റെഫ്രിജറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രൈ ഐസ് എന്ന് പറഞ്ഞാൽ എന്താണ്, സോളിഡ് കാർബൺ ഡൈ ഓക്സൈഡിന് നമ്മൾ പറയുന്ന പേരാണ് ഡ്രൈ ഐസ്. അപ്പോൾ ഡ്രൈ ഐസ് എന്ന് പറഞ്ഞാൽ സോളിഡ് ആയിട്ടുള്ളൊരു കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ഫോമാണ്. അപ്പോൾ അതിനെ പാക്കുകളാക്കിയിട്ട് സ്ലാക്സ് എന്നൊക്കെ നമ്മൾ പറയാം. അപ്പോൾ ചെറിയ പാക്കറ്റുകളാക്കിയിട്ട് നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ ട്രാവലിങ്ങിൽ ഫുഡ് അത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ പ്രിസർവ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് യൂസ് ചെയ്യുന്നൊരു മെത്തേഡാണ് ഡ്രൈ ഐസ് എന്ന് പറയുന്നത്. ഇനി എയർ എക്സ്പാൻഷൻ റെഫ്രിജറേഷൻ, എയറിനെ നമ്മൾ ടോട്ടലി കംപ്രസ് ചെയ്ത് വെച്ചുകൊണ്ട് അതിനെ സ്ലോലി എക്സ്പാൻഡ് ചെയ്യിപ്പിച്ചുകൊണ്ട് ചെയ്യുന്നൊരു മെക്കാനിസമാണ് എയർ എക്സ്പാൻഷൻ. അത് ഇത്തരത്തിലുള്ള ഓരോ റെഫ്രിജറേഷൻ മെത്തേഡ്സും എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കണം. കാരണം റിപ്പീറ്റഡ് ആയിട്ട് നമ്മളടുത്ത് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് മെത്തേഡ്സ് ഓഫ് റെഫ്രിജറേഷൻ. അപ്പോൾ ഈ ഫിഗർ ഇപ്പോൾ 7 മാർക്കിനൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഫിഗർ സഹിതം തന്നെ വരയ്ക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഓക്കെ, ദെൻ നമ്മുടെ അടുത്ത് ഫസ്റ്റ് മൊഡ്യൂളിൽ നിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു സംഭവമാണ് COP കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്, പ്രോബ്ലമാറ്റിക് സൈഡ്. അപ്പോൾ COP കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ഇക്വേഷൻ ബേസ്ഡ് ആയിട്ട് പഠിച്ചു വയ്ക്കുന്നുണ്ട്. ടെമ്പറേച്ചർ ലെവലിലൊരു ഇക്വേഷൻ പഠിച്ചു വയ്ക്കുന്നുണ്ട്. അപ്പോൾ അത് റെഫ്രിജറേറ്ററിൻ്റെ കേസിലാണെങ്കിൽ എങ്ങനെയാണ്, ഹീറ്റ് പമ്പിൻ്റെ കേസിലാണെങ്കിൽ എങ്ങനെയാണ്, ഹീറ്റ് എഞ്ചിൻ്റെ കേസിലാണെങ്കിൽ എങ്ങനെയാണ് തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ നീറ്റായിട്ടൊന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ ഇതിൽ നമ്മളടുത്ത് ഒരു പ്രോബ്ലം ചോദിച്ചില്ല, മെഷീൻ വർക്കിംഗ് ഓൺ എ കാർനോട്ട് സൈക്കിൾ ഓപ്പറേറ്റ്സ് ബിറ്റ്വീൻ 305 ആൻഡ് 260 കെൽവിൻ, ഡിറ്റർമൈൻ ദ COP ഡിറ്റർമൈൻ ചെയ്യാനാണ്. വെൻ ഇറ്റ് ഈസ് ഓപ്പറേറ്റഡ് ആസ് റെഫ്രിജറേറ്റിംഗ് മെഷീനായിട്ട് വേണം, ഹീറ്റ് പമ്പായിട്ട് വേണം, ഹീറ്റ് എഞ്ചിനായിട്ട് വേണം.
അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഒരു റെഫ്രിജറേറ്ററിൻ്റെ കേസിലാണെങ്കിൽ നമ്മൾ COP കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ കൃത്യമായിട്ട് ഓർമ്മയിൽ വയ്ക്കുക. റെഫ്രിജറേറ്ററിൻ്റെ കേസിൽ COP ഈസ് ഈക്വൽ ടു T1/T2 - T1. അതായത് T2 എന്നതാണ് നമ്മൾ ഹയർ ടെമ്പറേച്ചറാക്കി എടുത്തിട്ടുള്ളത്, T1 ആണ് ലോവർ ടെമ്പറേച്ചർ. അപ്പോൾ ഇതിൻ്റെ ഇക്വേഷൻ റെഫ്രിജറേറ്ററിൻ്റെ കേസിലാണെങ്കിൽ T1/T2 - T1 എന്നുള്ള ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴാണ് നമുക്കൊരു ആൻസറിലേക്ക് എത്താൻ വേണ്ടി കഴിയുന്നത്. നേരെ മറിച്ച് ഹീറ്റ് പമ്പിൻ്റെ കേസിലേക്ക് പോയാൽ T2 ആണ് അല്ലേ. അപ്പോൾ ഹീറ്റ് പമ്പിൻ്റെ കേസിലേക്ക് വരുന്ന സമയത്ത് COP കാണാനുള്ള ഇക്വേഷൻ T2 ആണ് നമ്മളെ ന്യൂമറേറ്ററിൽ വന്നിട്ടുള്ളത്. T2/T2 - T1 എന്നുള്ള ഒരു ഇക്വേഷനാണ്. ദെൻ അതുപോലെ ഹീറ്റ് എഞ്ചിൻ്റെ കേസിലേക്ക് വന്നു കഴിഞ്ഞാൽ COP കാണാനുള്ള ഇക്വേഷൻ T2 - T1 / T2. അപ്പോൾ T2 എന്നത് ഡിനോമിനേറ്ററിലാണ് വന്നിട്ടുള്ളത് എന്ന് മനസ്സിലാക്കണം. അപ്പോൾ ഇതിനെങ്ങനെയാണോ നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പം, ഇപ്പോൾ നമ്മൾ റെഫ്രിജറേറ്റർ എന്നുള്ള ഒരു സംഭവമാക്കി എടുക്കുകയാണെങ്കിൽ ജസ്റ്റ് ചെക്ക് ചെയ്യാം. റെഫ്രിജറേറ്റർ എന്നുള്ള ഒരു പോർഷൻ എടുത്തു കഴിഞ്ഞാൽ അതിനകത്തേക്കൊരു വർക്ക് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ജസ്റ്റ് T1 T2 ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി T1 ടെമ്പറേച്ചറിനെ അബ്സോർബ് ചെയ്ത് T2 റിജക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് റെഫ്രിജറേറ്ററിൻ്റെ കേസിൽ. അപ്പോൾ ഒരു എക്സ്റ്റേണൽ വർക്ക് കൂടെ അതിനകത്തേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് COP കാണാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഒരു ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്താണ്, ഈ T1 ആണ് അല്ലേ. T1 ആണ് / അതിൻ്റെ ഇൻപുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി T2 - T1 ആണ്. T2 - T1 ആണ്. അപ്പോൾ ഈ രീതിയിൽ ഈ ഒരു ഇക്വേഷൻ ജനറേറ്റ് ചെയ്തതാണ് നമ്മൾ ഈ COPൻ്റെ ഇക്വേഷനിലായിട്ട് കാണുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമ്മൾ റെഫ്രിജറേറ്റർ ആണെങ്കിലുള്ളൊരു മെക്കാനിസമാണ് ഞാനീ പറഞ്ഞത്. ഇനി ഹീറ്റ് പമ്പ് ആണെങ്കിലും അതെ, ഹീറ്റ് എഞ്ചിനാണെങ്കിലും അപ്പോൾ ആ വർക്ക് ഡൺ നമ്മൾ എടുക്കുകയാണ് ചെയ്യുന്നത് എന്നുള്ളൊരു ഐഡിയയോട് കൂടിയിട്ട് എഞ്ചിൻ്റെ കേസിലൊക്കെ ആ ഒരു ഐഡിയയോട് കൂടിയിട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ COP കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ കറക്റ്റ് ഒന്ന് എഴുതി തന്നെ പഠിക്കുക. റെഫ്രിജറേറ്ററിൻ്റെ കേസിലാണെങ്കിൽ എങ്ങനെയാണ്, ഹീറ്റ് പമ്പിൻ്റെ കേസിലാണെങ്കിൽ എങ്ങനെയാണ്, ഹീറ്റ് എഞ്ചിൻ്റെ കേസിലാണെങ്കിൽ എങ്ങനെയാണ് വരിക എന്നുള്ളത് ജസ്റ്റ് ഒന്ന് എഴുതി തന്നെ പഠിക്കണം. ഓക്കെ, ദെൻ എയർ റെഫ്രിജറേഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ എയർ എന്ന ഒരു റെഫ്രിജറൻറ്റ് യൂസ് ചെയ്തുകൊണ്ട് വർക്ക് ചെയ്യുന്ന റെഫ്രിജറേഷൻ സിസ്റ്റമാണ് എയർ റെഫ്രിജറേഷൻ സിസ്റ്റം. അപ്പോൾ അതിൽ രണ്ട് തരമാണ്, ഓപ്പൺ സിസ്റ്റം ഉണ്ട്, അതേപോലെ തന്നെ ക്ലോസ്ഡ് സിസ്റ്റം ഉണ്ട്. അപ്പോൾ ഓപ്പൺ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്, ഇപ്പോൾ നമുക്കൊരു ക്യാബിൻ ഉണ്ടെങ്കിൽ, ഒരു കോൾഡ്, ഇപ്പോൾ നമ്മൾ പ്രൊഡക്റ്റ് വെച്ചിരിക്കുന്ന ഒരു സ്പേസ് ഉണ്ടെങ്കിൽ അതിനകത്തേക്ക് ഡയറക്റ്റ് കോൾഡ് എയറിനെ പാസ് ചെയ്യിച്ചുകൊണ്ട് നമ്മൾ ആ വസ്തുക്കളെ മൊത്തത്തിൽ എന്ത് ചെയ്യാണ്, ഡയറക്റ്റായിട്ട് എയറുമായിട്ട് അപ്രോച്ച് വരികയാണത്, എയറുമായിട്ട് ഡയറക്റ്റ് കോണ്ടാക്റ്റ് വരുത്തുന്ന അത്തരത്തിലാണ് ഓപ്പൺ സിസ്റ്റം വരുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇതിൽ മോയ്സ്ചർ കണ്ടൻറ്റ് കയറി വരാനും അല്ലെങ്കിൽ ഇതിൻ്റെ പൈപ്പിങ്ങിലും കാര്യങ്ങളൊക്കെ ബ്ലോക്ക് വരാനൊക്കെ ചാൻസസ് കൂടുതലാണ്. നേരെ മറിച്ച് ഒരു ക്ലോസ്ഡ് സിസ്റ്റം ആകുമ്പോൾ നമ്മളിപ്പോൾ ഒരു ക്യാബിൻ ഉണ്ടെങ്കിൽ ക്യാബിനകത്ത് പ്രൊഡക്റ്റ് നമ്മൾ പ്ലേസ് ചെയ്തിട്ടുണ്ട്, ഒബ്ജക്ട്സ് പ്ലേസ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ഉള്ളിലൂടെ നമ്മൾ കോയിലോ പൈപ്പുകളോ കടത്തി വിടുന്നു. അപ്പോൾ ഈ പൈപ്പിനുള്ളിൽ കൂടെ അല്ലെങ്കിൽ കോയിലിനുള്ളിലൂടെ മാത്രമേ റെഫ്രിജറൻറ്റ് പാസ് ചെയ്ത് പോകുന്നുള്ളൂ എന്നുള്ളതാണ് ഈ ക്ലോസ്ഡ് സിസ്റ്റത്തിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. അപ്പോൾ അതുകൊണ്ടും തന്നെ ഇത്തരത്തിൽ ഒരു കൂളിംഗ് പ്രോസസ്സ് നടന്നു കഴിഞ്ഞാലും ഒരു മോയ്സ്ചർ എലമെൻറ്റോ അത്തരത്തിലുള്ള ബ്ലോക്കിങ്ങോ കാര്യങ്ങളോ ഈ സിസ്റ്റത്തിൽ വരുന്നില്ല എന്നുള്ളതാണ് ഈ ഒരു സിസ്റ്റത്തിൻ്റെ അഡ്വാൻറ്റേജ്. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും അത്തരത്തിൽ ഇതിൻ്റെ കൺസെപ്റ്റ് എന്താണ് എന്നുള്ളത് മനസ്സിലാക്കി തന്നെ ജസ്റ്റ് ഒന്ന് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, ദെൻ നമ്മുടെ ഒന്നാമത്തെ മൊഡ്യൂളിൽ ഇപ്പോൾ നമ്മൾ റെഫ്രിജറേഷൻ ബേസ്ഡ് ആയിട്ടുള്ള മെത്തേഡ്സ് പറഞ്ഞു, COP കണ്ടുപിടിക്കേണ്ട കാര്യം പറഞ്ഞു, പിന്നെ അതുപോലെ തന്നെ പഠിക്കേണ്ട ഒരു സംഭവമാണ് യൂണിറ്റ് ഓഫ് റെഫ്രിജറേഷൻ എന്നുള്ളത്. അപ്പോൾ ആ യൂണിറ്റ് ഓഫ് റെഫ്രിജറേഷനൊക്കെ നമ്മൾ എന്താണ് ജസ്റ്റ് 3 മാർക്കിനൊക്കെ പലപ്പോഴായിട്ട് ചോദിക്കുന്ന സംഭവമാണ്, അപ്പോൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, അത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഫസ്റ്റ് മൊഡ്യൂളിൽ ചോദിക്കാനുള്ള അടുത്തൊരു ഏരിയ എന്ന് വെച്ചാൽ റെഫ്രിജറേഷൻ സൈക്കിൾസിനെ കുറിച്ചാണ്. അപ്പോൾ ആ റെഫ്രിജറേഷൻ സൈക്കിൾസ് പ്രധാനമായിട്ടും നമ്മൾ 2 സൈക്കിളാണ് ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിക്കുന്നത്. റിവേഴ്സ്ഡ് കാർനോട്ട് സൈക്കിളിനെ കുറിച്ചും പഠിക്കുന്നുണ്ട്, ബെൽ കോൾമാൻ സൈക്കിളിനെ കുറിച്ചും പഠിക്കുന്നുണ്ട്. അപ്പോൾ ഈ 2 സൈക്കിളും കൃത്യമായിട്ട് ഈ ഫിഗർ വരച്ച് തന്നെ പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് പഠിക്കാനുള്ളൊരു എളുപ്പമാർഗ്ഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സൈക്കിളിനെ കുറിച്ച് പഠിക്കാനുള്ള എളുപ്പമാർഗ്ഗം എന്ന് പറഞ്ഞാലും എന്ത് തന്നെയാണ്, നമുക്ക് ഫിഗർ തന്നെയാണ്. അപ്പോൾ നീറ്റായിട്ട് പ്രഷർ
വോളിയം ഡയഗ്രവും അതുപോലെ തന്നെ ടെമ്പറേച്ചർ എൻട്രോപ്പി ഡയഗ്രവും. അപ്പോൾ PVTS ഡയഗ്രാംസ് ആണ് നമ്മൾ റിവേഴ്സ് കാർനോട്ട് സൈക്കിളിൻ്റെ കേസിൽ ബൈ ഹാർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ കൃത്യമായിട്ട് ഈ ഡയഗ്രാം ബൈ ഹാർട്ട് ചെയ്യുക. അപ്പോൾ ഡയഗ്രാം ബൈ ഹാർട്ട് ചെയ്യാൻ പറയുന്നതിൻ്റെ ഒരു ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് പ്രോസസ്സ് 1 to 2 അല്ലേ, 1 to 2 ഈ 1 to 2 നോക്കിക്കഴിഞ്ഞാൽ 1 to 2ൽ എൻട്രോപ്പി കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ടേമിനെ നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഐസെൻട്രോപ്പിക്. ഓക്കെ, എൻട്രോപ്പി കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് ഐസെൻട്രോപ്പിക്. ദെൻ ഇതിനകത്ത് പ്രഷർ കൂടിക്കൂടി വരികയാണ്. ഈ ഒരു ഫിഗർ നോക്കുമ്പോൾ പ്രഷർ ഇവിടെ ഇങ്ങനെ കൂടിക്കൂടി വരികയാണ്. അപ്പോൾ 1 to 2ൽ പ്രഷർ കൂടിക്കൂടി വരികയാണ്. അപ്പോൾ ഈ പ്രഷർ കൂടുന്ന സമയം എന്ന് പറഞ്ഞാൽ അഥവാ വോളിയം കുറയുന്നതെന്ന് വെച്ചാൽ കംപ്രഷനാണ്. അപ്പോൾ ഐസെൻട്രോപ്പിക് കംപ്രഷൻ എന്നാണ് നമ്മൾ ആ പ്രോസസ്സിന് പേരിട്ടിരിക്കുന്നത്. അപ്പോൾ ഇനി രണ്ടാമത്തെ ഒരു പ്രോസസ്സ് നോക്കിക്കഴിഞ്ഞാൽ 2 to 3 ആണ് രണ്ടാമത്തെ പ്രോസസ്സ്. അപ്പോൾ അതിൽ ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ അതിന് നമ്മൾ അപ്പോൾ തന്നെ പേര് കൊടുത്തു ഐസോതെർമൽ. ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആണെങ്കിൽ ഐസോതെർമൽ പ്രോസസ്സാണ്. ഇതിൻ്റെ കേസിലും പ്രഷർ കൂടി വരികയാണ്. 2 to 3 പ്രഷർ കൂടുകയാണ്. ഓട്ടോമാറ്റിക്കലി കംപ്രഷൻ പ്രോസസ്സ് തന്നെയാണ് അവിടെ. അപ്പോൾ ഐസെൻട്രോപ്പിക് കംപ്രഷനാണ് ആദ്യത്തേതെങ്കിൽ ഐസോതെർമൽ കംപ്രഷനാണ് രണ്ടാമത്തത്. അപ്പോൾ ഈ രീതിയിൽ നമ്മളതിൻ്റെ പ്രോസസ്സിന് പേര് കൊടുക്കുന്ന ഒരു മെക്കാനിസം നമ്മൾ ഇതിലൂടെ തന്നെ ഈ ഫിഗറിൽ നിന്ന് കണ്ടുപിടിക്കുന്നതായിട്ട് പഠിച്ചെടുക്കുക. അപ്പോൾ ഒരിക്കലും ബാക്കിയുള്ള കാര്യങ്ങൾ ബൈഹാർട്ട് ചെയ്യേണ്ട കാര്യമില്ല. ഫിഗർ ബൈഹാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ പ്രോസസ്സിന് പേര് നമുക്ക് തന്നെ കൊടുക്കാൻ കഴിയും. അപ്പോൾ ഈ രീതിയിൽ കൃത്യമായിട്ട് ഇതിനെ പഠിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഈ റിവേഴ്സ്ഡ് കാർനോട്ട് സൈക്കിൾ പഠിച്ചു കഴിഞ്ഞാൽ ഇതേ മോഡൽ തന്നെ എന്ത് ചെയ്താൽ മതി, ബെൽ കോൾമാൻ സൈക്കിൾ കൂടെ പഠിച്ചെടുത്താൽ മതി. ഓക്കെ, അപ്പോൾ സെയിം ഫിഗർ മാത്രം അല്ലേ, ഫിഗറിൽ ചെറിയൊരു മാറ്റമേ വരുന്നുള്ളൂ. ആ ഒരു മാറ്റം മാത്രം പഠിച്ചെടുത്താൽ ബാക്കി പ്രോസസ്സൊക്കെ നമുക്കായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നെയിമിങ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അതിൻ്റെ കണ്ടീഷൻസൊക്കെ എഴുതാനും കൂടെ ജസ്റ്റ് ഒന്ന് പഠിക്കുക. ഓക്കെ, ദെൻ അപ്പോൾ ഒന്നാമത്തെ മൊഡ്യൂളിൽ വരുന്ന പ്രധാനപ്പെട്ട ഭാഗങ്ങൾ, ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള ഭാഗങ്ങളാണ് ഞാൻ ഈ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇനി രണ്ടാമത്തെ ഒരു മൊഡ്യൂളിലേക്ക് കടക്കുന്ന സമയത്ത്, അപ്പോൾ രണ്ടാമത്തെ മൊഡ്യൂളിലേക്ക് കടക്കുമ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ ഇതിൻ്റെ കോർ ഏരിയ എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്, VCR സൈക്കിളാണ്. RACയുടെ അല്ലെങ്കിൽ റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ് എന്ന പേപ്പറിൻ്റെ കോർ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ VCR സൈക്കിളാണ്. അപ്പോൾ രണ്ടാമത്തെ മൊഡ്യൂളിലാണ് നമ്മൾ VCR സിസ്റ്റത്തിനെ കുറിച്ചും സൈക്കിളിനെ കുറിച്ചൊക്കെ പഠിക്കുന്നത്. അപ്പോൾ VCR സിസ്റ്റത്തിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞാൽ, അഥവാ വേപ്പർ കംപ്രഷൻ റെഫ്രിജറേഷൻ സിസ്റ്റത്തിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞാൽ കൃത്യമായി ഫിഗർ വരയ്ക്കണം. ഫിഗർ വരയ്ക്കുമ്പോൾ നമ്മുടെ 4 പ്രിൻസിപ്പൽ കമ്പോണൻസ് എന്തൊക്കെയാണ്, ഇവാപ്പറേറ്റർ, കംപ്രസർ, കണ്ടൻസർ, എക്സ്പാൻഷൻ ഡിവൈസ്. ഈ 4 പ്രിൻസിപ്പൽ കമ്പോണൻസിനെ കുറിച്ചിട്ട് കൃത്യമായിട്ട് എഴുതണം. അതോടൊപ്പം തന്നെ അതിൻ്റെ ഫിഗർ നീറ്റായിട്ട് വരയ്ക്കണം. അപ്പോൾ നമ്മൾ 7 മാർക്കിനൊക്കെയാണ് ചോദ്യമെങ്കിൽ ഇതിൽ 3 മാർക്കോളം ഫിഗറിന് മാത്രമായിട്ടാണ് അലോട്ട് ചെയ്യാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് കൃത്യമായിട്ട് ഫിഗർ വരച്ച് തന്നെ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഇതിൽ പിന്നീട് എഴുതുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ എഴുതണം, ഓരോ കമ്പോണൻസും എന്താണ്, അതെന്തിനാണ് യൂസ് ചെയ്യുന്നത്, അതിൻ്റെ ഉള്ളിൽ നടക്കുന്ന വർക്കിംഗ് എന്താണ് തുടങ്ങിയുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ കംപ്രസർ യൂസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, കംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലേ. ഗ്യാഷസ് ആയിട്ട് ഉള്ള അല്ലെങ്കിൽ വേപ്പർ ഫോമിലുള്ള റെഫ്രിജറൻറ്റിനെ കംപ്രസ് ചെയ്ത് പ്രഷറൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കംപ്രസർ യൂസ് ചെയ്യുന്നത്. അതേപോലെ കണ്ടൻസർ യൂസ് ചെയ്യുന്നത് എന്തിനാണ്, ഈ കംപ്രസ് ചെയ്ത് വരുന്ന ഗ്യാഷസ് ആയിട്ടുള്ള റെഫ്രിജറൻറ്റിൻ്റെ ആ ഒരു കണ്ടൻസേഷൻ നടത്തി ഹീറ്റിനെ എക്സ്ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നതിനും അതോടൊപ്പം തന്നെ അതിനെ കണ്ടൻസ് ചെയ്ത് ലിക്വിഡ് ഫോമിലേക്ക് മാറ്റുന്നതിനും അല്ലേ, മാറുന്നതിനും വേണ്ടിയിട്ടാണ് കണ്ടൻസർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഓരോ ഡിവൈസിനെ കുറിച്ചും എന്താണ്, അതിൻ്റെ പർപ്പസ് എന്താണ്, അതിൻ്റെ കൺസ്ട്രക്ഷൻ എങ്ങനെയാണ് എന്നുള്ളത് കൃത്യമായിട്ടൊന്ന് എഴുതാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ അത്രയാണ് VCR സിസ്റ്റത്തിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ VCR സിസ്റ്റത്തിൽ ഇപ്പോൾ നമ്മൾ പ്രിൻസിപ്പൽ കമ്പോണൻസിന് കൂടാതെ ഫ്ലാഷ് ചാമ്പർ, അക്യുമുലേറ്റർ തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾ കൂടെ എന്ത് ചെയ്യണം, പഠിച്ചു വയ്ക്കണം. ഫ്ലാഷ് ചാമ്പർ എന്ന് പറഞ്ഞാൽ EFC എന്തിനു വേണ്ടിയിട്ടാണ്, ഇത് എക്സ്പാൻഷൻ വാൽവാണ്, ഇത് ഇവാപ്പറേറ്ററാണ്. അപ്പോൾ ഈ എക്സ്പാൻഷൻ വാൽവിനും ഇവാപ്പറേറ്ററിനും ഇടയ്ക്ക് വയ്ക്കുന്ന ഒരു എലമെൻറ്റാണ് ഫ്ലാഷ് ചാമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അത് എന്തിനു വേണ്ടിയിട്ടാണ്, നമ്മൾ ഈ എക്സ്പാൻഷൻ വാൽവിൽ നിന്നും ഫ്ലാഷസ് ആയി വരുന്ന അഥവാ ഗ്യാഷസ് ഫോമിലാവുന്ന റെഫ്രിജറൻറ്റിനെ നേരെ ഇതിലൂടെ ബൈപ്പാസ് ചെയ്ത് കംപ്രസറിലേക്ക് പറഞ്ഞയക്കാൻ വേണ്ടി വയ്ക്കുന്ന എലമെൻറ്റാണ് ഫ്ലാഷ് ചാമ്പർ. അപ്പം മറന്നു പോകരുത്,
നമ്മുടെ ഇവാപ്പറേറ്ററിലേക്ക്, എക്സ്പാൻഷൻ വാൽവിൽ നിന്ന് ഇവാപ്പറേറ്ററിലേക്ക് ലിക്വിഡായിട്ടാണ് റെഫ്രിജറൻറ്റ് വരേണ്ടത്. അത് എന്തെങ്കിലും കാരണവശാൽ പ്രാക്ടിക്കൽ കേസ് വരുന്ന സമയത്ത് ഫ്ലാഷസ് ആവാറുണ്ട്, അഥവാ ഗ്യാഷ്യസ് ഫോമിലേക്ക് മാറാറുണ്ട്. അപ്പോൾ അത്തരം ഗ്യാഷ്യസ് ഫോമിലേക്കുള്ളൊരു മാറ്റം വന്നു കഴിഞ്ഞാൽ അതിനെ നേരിട്ട് ബൈപ്പാസ് ചെയ്ത് കംപ്രസറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫ്ലാഷ് ചാമ്പർ യൂസ് ചെയ്യുന്നത്. ഇനി അക്യുമുലേറ്റർ എന്ന് പറഞ്ഞ സംഭവം എന്തിനു വേണ്ടിയിട്ടാണ്? അക്യുമുലേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവാപ്പറേറ്ററിൽ നിന്നും ഇവാപ്പറേറ്റ് ചെയ്ത് പുറത്തിറങ്ങുന്ന എന്തോ ഗ്യാഷ്യസ് ഫോമിലുള്ളതാണ് റെഫ്രിജറൻറ്റ്. അപ്പോൾ ഈ ഗ്യാഷ്യസ് ഫോമിലുള്ള റെഫ്രിജറൻറ്റ് കംപ്രസറിൽ പോയാലേ കറക്റ്റായിട്ട് കംപ്രഷൻ നടക്കുകയുള്ളൂ. എന്തെങ്കിലും കാരണവശാൽ ചെറിയ എമൗണ്ട് ഓഫ് റെഫ്രിജറൻറ്റ് എന്താവാറുണ്ട്, ഇവാപ്പറേറ്റ് ചെയ്യാതെ അഥവാ ലിക്വിഡ് ഫോമിൽ തന്നെ എന്ത് ചെയ്യാറുണ്ട്, നേരെ കംപ്രസറിലേക്ക് പോകാറുണ്ട്. അപ്പോൾ അത് അങ്ങനെ പോയി കഴിഞ്ഞാൽ കംപ്രസറിൻ്റെ ഉള്ളിലൊക്കെ ഡാമേജസ് സംഭവിക്കാൻ ചാൻസസ് കൂടുതലാണ്. അപ്പോൾ അങ്ങനെ ഇവാപ്പറേറ്ററിൽ നിന്നും ലിക്വിഡായിട്ട് എന്തെങ്കിലും കാരണവശാൽ റെഫ്രിജറൻറ്റ് പാസ്സായിക്കഴിഞ്ഞാൽ അതിനെ സ്റ്റോപ്പ് ചെയ്ത് അതിനെ വാപ്പറൈസ് ചെയ്ത് വിടാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുന്ന എലമെൻ്റാണ് അക്യുമുലേറ്റർ എന്നുള്ളത്. അപ്പോൾ കൃത്യമായിട്ട് ഈ ഒരു ഓരോ എലമെൻറ്റിൻ്റെയും ഫങ്ഷൻസ് എന്തൊക്കെയാണ് എന്ന് പഠിച്ചു വെക്കണം. ഇത് നമുക്ക് നമ്മുടേതായിട്ടുള്ള ലാംഗ്വേജിൽ എഴുതിയാൽ മതി, പക്ഷേ ഇത്തരത്തിലുള്ള കൺവീനിയൻ്റ് ആയിട്ടുള്ള ഫിഗേഴ്സ് ഉൾപ്പെടുത്താൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ ഇപ്പോൾ 1-2 മൊഡ്യൂളിൻ്റെയൊക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് നമ്മളിപ്പോൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് സമയം ഇനിയിപ്പോൾ സ്പെൻഡ് ചെയ്യാൻ ഇല്ലാത്തതുകൊണ്ടും തന്നെ തൽക്കാലം ഈ കാര്യങ്ങൾ വെച്ച് ഞാൻ സ്റ്റോപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഇനി ബാക്കി എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ ഇതിനകത്ത് ഇനി പഠിക്കാനുള്ളത് ഇപ്പോൾ VCR സിസ്റ്റം പഠിച്ച പോലെ തന്നെ VAR സിസ്റ്റം 2ാമത്തെ മൊഡ്യൂളിൽ VAR എന്ന് പറഞ്ഞാൽ വാപ്പർ അബ്സോർപ്ഷൻ റെഫ്രിജറേഷനാണ് അല്ലേ. അപ്പോൾ ആ വാപ്പർ അബ്സോർപ്ഷൻ റെഫ്രിജറേഷൻ സൈക്കിളിനെ കുറിച്ചും ആ ഒരു ഫിഗറാണ് നമ്മൾ ആദ്യം പഠിച്ചു വെക്കേണ്ടത്. ഫിഗർ നീറ്റായിട്ട് വരച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഫിഗറിൻ്റെ ഹെൽപ്പോട് കൂടി തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഈ VAR കഴിഞ്ഞാൽ റെഫ്രിജറൻറ്റിനെ കുറിച്ചാണ് പിന്നീട് നമ്മളുടെ ഈ ഒരു സിലബസിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ റെഫ്രിജറൻസും എന്ത് ചെയ്യുക, കൃത്യമായി തന്നെ നമ്മളതിനകത്ത് പഠിച്ചെടുക്കാൻ വേണ്ടി നോക്കുക. പിന്നെ മൂന്നാമത്തെ മൊഡ്യൂളിലേക്കൊക്കെ പോകുന്ന സമയത്തും എന്തുതന്നെയാണ് ഈ പറഞ്ഞ പോലെ VCRൻ്റെ അഥവാ വേപ്പർ കംപ്രഷൻ റെഫ്രിജറേഷൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സാണ് അല്ലേ, അതിൻ്റെ കമ്പോണൻസിൻ്റെ. അപ്പോൾ കംപ്രസറും കണ്ടൻസറും എക്സ്പാൻഷൻ ഡിവൈസും ഒക്കെ എടുത്ത് അവ ഓരോന്നിൻ്റെയും ടൈപ്സിനെ കുറിച്ചാണ് നമ്മൾ മൂന്നാമത്തെ മൊഡ്യൂളിൽ പഠിക്കുന്നത്. ഇപ്പോൾ കംപ്രസറാണ് എടുക്കുന്നതെങ്കിൽ സെൻട്രിഫ്യൂഗൽ കംപ്രസർ, റെസിപ്രോക്കേറ്റിംഗ് കംപ്രസർ, ഹെർമെറ്റിക് കംപ്രസർ, സെമി ഹെർമെറ്റിക് കംപ്രസർ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഫിഗർ വരച്ച് തന്നെ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. അപ്പോൾ ഇതൊക്കെ എന്താണെന്നുള്ളതിൻ്റെ വർക്കിംഗ് ജസ്റ്റ് ഒന്ന് പഠിച്ച് വെക്കണം. കാരണം പലതവണ ഇപ്പോൾ ഈ ഒരു പോർഷൻ എടുത്തു കഴിഞ്ഞാൽ തിയറി മാത്രമാണ് മൂന്നാമത്തെ മൊഡ്യൂളിൽ നിന്ന് ചോദിക്കാനുള്ളത്. അപ്പോൾ അതുകൊണ്ട് കൃത്യമായിട്ട് ഓരോന്നിൻ്റെയും ഫിഗർ സഹിതം തന്നെ നോക്കി വയ്ക്കാം. ഇനി ഇപ്പോൾ ഈ കണ്ടൻസർ ആയിക്കോട്ടെ, അതുപോലെ ഇവാപ്പറേറ്റർ ആയിക്കോട്ടെ, ഇതെല്ലാം ഹീറ്റ് എക്സ്ചേഞ്ചിങ് മെത്തേഡിൽ വർക്ക് ചെയ്യുന്ന സിസ്റ്റംസാണ്. അപ്പോൾ അത്തരത്തിൽ ഹീറ്റ് എക്സ്ചേഞ്ചിങ് മെക്കാനിസം ഏതൊക്കെയാണ് എന്നുള്ളത് നോക്കാം. ഇപ്പോൾ ഷെൽ ആൻഡ് ട്യൂബ്, ഷെൽ ആൻഡ് കോയിൽ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഓരോരോ ഹീറ്റ് എക്സ്ചേഞ്ചേഴ്സ് ഉണ്ടല്ലോ. അപ്പോൾ അതിൻ്റെയൊക്കെ ആ ഫിഗർ സഹിതം തന്നെ പഠിച്ചു വെക്കണം. ഇനി എക്സ്പാൻഷൻ വാൽവിലേക്കൊക്കെ പോകുമ്പോൾ തെർമോസ്റ്റാറ്റിക് എക്സ്പാൻഷൻ വാൽവ് അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് എക്സ്പാൻഷൻ വാൽവ് തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടും അറിഞ്ഞിരിക്കാനുള്ളത്. അപ്പോൾ അതൊക്കെ കൃത്യമായിട്ട് തന്നെ ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കണം. നാലാമത്തെ മൊഡ്യൂളിൽ നോക്കുന്ന സമയത്ത് സൈക്രോമെട്രിക് ചാർട്ടിനെ കുറിച്ചാണ് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കുക. അതേപോലെ സൈക്രോമെട്രിക് പ്രോസസ്സ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കണം, സൈക്രോമെട്രിക് ടേംസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കണം. അപ്പോൾ ഹീറ്റ് ലോഡ് കാൽക്കുലേഷനൊക്കെ ബന്ധപ്പെട്ട് കാര്യങ്ങൾ വന്നു കഴിഞ്ഞാലും ഇനിയിപ്പോൾ എന്തെങ്കിലും കാരണവശാൽ ലോഡ് കാൽക്കുലേഷൻ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരികയാണെങ്കിലും നമുക്കതിന് ഓറായിക്കൊണ്ട് സൈക്രോമെട്രി പോലുള്ള പോർഷൻസ് അതിനകത്ത് കൃത്യമായിട്ട് എഴുതാൻ വേണ്ടി പറ്റുന്നതുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയിട്ട് പോവാം. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഇനി ക്ലാസ്സായിട്ട് എടുക്കാനുള്ള ഒരുപാട് ടൈം ഇല്ലാത്തതുകൊണ്ടും തന്നെ നമ്മൾ ഓൾറെഡി CBRൻ്റെ ഡിസ്കഷനിലൂടെ MRCൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ. അപ്പോൾ അതൊന്നുകൂടെ ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സെഷൻ വെച്ചിട്ടുള്ളത്. അപ്പോൾ എന്താണെങ്കിലും കൃത്യമായിട്ട് പഠിച്ച് തന്നെ പോയി എക്സാം എഴുതുക. ഓക്കെ, എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.